ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വ അല ആലിഹി വ സ്വഹബിഹി അജ്മഈൻ അമ്മാബാദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രയാസവും ബുദ്ധിമുട്ടും യഥാർത്ഥത്തിൽ ദുനിയാവിലുള്ള ഈ ഭൂമിയിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ അല്ല, മറിച്ച് മരണത്തിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ആ പ്രയാസങ്ങളും ആ ബുദ്ധിമുട്ടുമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രയാസം. നമുക്കറിയാം, ജീവിതം അത് താൽക്കാലികമാണ്. കുറേ വർഷം ജീവിച്ചതിന് ശേഷം ഇവിടെ നിന്നും നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകേണ്ടവരാണ്. പ്രിയമുള്ളവരെ, ഇവിടെയുള്ള ഈ ജീവിതം നൈമിഷികമാണ്, താൽക്കാലികമാണ്. എന്നാൽ പരലോകത്തെ ദീർഘമായ നിലനിൽക്കുന്ന ആ ജീവിതത്തിൽ അവിടെ സന്തോഷവും സമാധാനവും ശാന്തിയും ലഭിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വളരെ മനോഹരമായൊരു ഹദീസുണ്ട്. അബൂ ഹുറൈറയിൽ നിന്നും ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. മൻ നഫസ അൻ മുസ്ലിമിൻ കുർബത്തൻ മിൻ കുർബുദ്ദുനിയ. ആരെങ്കിലും ഒരു മുസ്ലിമിൻ്റെ പ്രയാസം, ഒരു ബുദ്ധിമുട്ട് ആരെങ്കിലും ദുനിയാവിൽ മാറ്റാൻ, അവനൊരു ആശ്വാസം നൽകാൻ മുന്നിട്ട് വന്നാൽ നഫസ് അല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുർബി യൗമിൽ ഖിയാമ. അവൻ്റെ പ്രയാസം, ആരാണോ ബുദ്ധിമുട്ട് മാറ്റുന്നത്, അവൻ്റെ പ്രയാസം നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, വമ യസ്സറ അലാ മുഅ്സിരിൻ, ഒരുത്തൻ്റെ ഞെരുക്കം, ആ ഞെരുക്കം മാറാൻ വേണ്ടി ഒരാൾ അവനെ സഹായിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തും ദുനിയാവിലും അവൻ്റെ ഞെരുക്കം മാറ്റിക്കൊടുക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരുത്തൻ്റെ ഒരുത്തൻ്റെ ഔറത്ത്, ഒരുത്തനിൽ നിന്നുണ്ടാവുന്ന അവൻ്റെ രഹസ്യമായ ജീവിതം, ആ രഹസ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതെങ്കിലും ന്യൂനത അതൊരുത്തൻ മറച്ചു വെച്ച് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ആ മറച്ചു വെക്കുന്നവൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അവൻ്റെ ഔറത്തും നാളെ പരലോകത്ത് മറച്ചു വെക്കുമെന്നാണ്. അതുകൊണ്ട് അവിടെയാണ്, പരലോകത്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസകരമായ ഒരു ജീവിതത്തെ അവൻ ഫേസ് ചെയ്യേണ്ടത്. അതിന് ഇസ്ലാം പഠിപ്പിച്ച പല മാർഗങ്ങളിൽ ഒരു മാർഗമാണ് ഒരു മനുഷ്യനെ, ഒരു മുസ്ലിമിനെ ദുനിയാവിൽ സഹായിക്കുകയും അവൻ്റെ ബുദ്ധിമുട്ടും അവൻ്റെ പ്രയാസവും അവൻ്റെ ന്യൂനതയും മറച്ചു വെക്കുക എന്നുള്ളത്. ആ നിലയിലേക്ക് അറിയാനും അത് പഠിക്കാനും മനസ്സിലാക്കാനും ഓരോ സത്യവിശ്വാസിയും ശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും അവൻ്റെ അപാരമായ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.